അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, വലിയ പെരുന്നാൾ എല്ലാവർക്കും അറിയാം. ഉളുഹിയ്യത്തിന്റെ ഒരു സമയമാണ് ഇപ്പോൾ. ഉളുഹിയ്യത്തിന് വേണ്ടിക്കൊണ്ട് കാശുകൾ പിരിച്ച് സ്വരൂപിച്ചുകൊണ്ട് ഉളുഹിയ്യത്ത് അറുക്കുന്ന ഒരു സംഭവം, അത് ഏറ്റവും മുഅക്കദായ സുന്നത്താണ് എന്നുള്ള വിഷയം. മുഅക്കദായ സുന്നത്ത് എന്ന് വച്ചാൽ അവന്റെ ചെലവും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരുടെ ചെലവും വെച്ച് ബാക്കി അന്നത്തെ ദിവസത്തിൽ ഒരു പോത്തിനറുക്കാനുണ്ടെങ്കിൽ ആ കാശ് അതിന് ഉപയോഗപ്പെടുത്തലാണ് ഏറ്റവും നല്ലത് എന്ന്, അഥവാ ഔലായത്ത് സുന്നത്തായ കാര്യമെന്ന് പണ്ഡിതന്മാര് നമ്മെ പഠിപ്പിക്കുന്നു. അറുക്കാതിരിക്കൽ കറാഹത്താണ് എന്നുള്ളതാണ്. കറാഹത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൈവുണ്ടായിട്ട് അറുത്തിട്ടില്ലെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് എന്നാണ്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ തട്ടിക്കളിയൊന്നും വേണ്ട. നമ്മൾ പറയില്ലേ, പെരുന്നാളൊക്കെ കഴിഞ്ഞ് ചില ആൾക്കാരെ കണ്ടാ പറയും, ചില ആളുകൾ പറയും, പടച്ചോനെ എന്താ ഉസ്താദേ ഈ വർഷം വളരെ മോശാട്ടോ. എങ്ങനെ ഓന് മോശമല്ലാതിരിക്കുക? ഈ മുഅക്കദായ സുന്നത്ത് ഓന് കഴിവുണ്ടായിട്ട് ഓന് ഒഴിവാക്കിയില്ലേ? ഓന് ബലാഗ് വന്നു, പരീക്ഷണെത്തി. ഈ മുഅക്കദായ സുന്നത്ത് ഒഴിവാക്കലോടുകൂടെ ഓന് ബലാഗിലെത്തി. പരീക്ഷണങ്ങളിലാണ് ഇനിയുള്ളത്. ആയതുകൊണ്ട് കഴിവുള്ള ആളുകൾ അപ്പൊ ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും വരും, ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, എന്താണാവോ, മറ്റോൻ ചെയ്തതാണോ, മറ്റോൻ സീർ ചെയ്തോ, മറ്റോ ഓൻ കൂടോത്തരം ചെയ്തോ സീർ ചെയ്തോ ഒന്നല്ല. വലിയൊരുന്നാക്കും ഉദയ്യത്തറുത്തിട്ടില്ല, അതിന്റെ ഒരു ശാപാണോന്. അപ്പൊ എന്ത് ചെയ്യാ? കഴിവുണ്ടെങ്കിൽ എല്ലാ ആളുകളും ആ ഉദയ്യത്ത് കർമ്മം നിർവഹിക്കാൻ നാം ശ്രമിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ആ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു ക്ഷീണം വരുമ്പോ നമ്മളിങ്ങനെ കുറെ കൂടോത്തരത്തിന്റെ ആൾക്കാരൊപ്പം ഓടിച്ചെന്നിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. പിന്നെ ഉദയ്യത്ത് വരുമ്പോ ആ ഉദയ്യത്ത് കർമ്മം നടത്തിയുമ്പോഴേ പിന്നെ ആ ക്ഷീണം ചിലപ്പോൾ നമുക്ക് വിട്ടുപോകുള്ളൂ. അപ്പൊ ആയതുകൊണ്ട് ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കുക. ഉദയ്യത്തിന്റെ കാര്യം എല്ലാ ആളുകളും വളരെയധികം കഴിവുണ്ടെങ്കിൽ എല്ലാ ആളുകളും, ഇത് മൂല്യമാർക്ക് പാടില്ല, തങ്ങന്മാർക്കും പാടില്ല, കുറച്ച് നാടന്മാരായ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നില്ല. എല്ലാ ഉസ്താദുമാരും കൂടണം. എല്ലാ ഉസ്താദുമാരും, കഴിവുള്ള എല്ലാ ഉസ്താദുമാരും എന്ത് ചെയ്യണം? ആ ഉദയ്യത്ത് കർമ്മത്തിൽ കൂടാൻ കഴിയുമെങ്കിൽ കൂടണം. ഓരോ 7 ആള് കൂടിക്കഴിഞ്ഞാൽ 6000 റുപ്യ 7000 റുപ്യ വരുള്ളൂ. എന്താ നമുക്കൊന്ന് കൂടി നോക്കിയാല്? മൂല്യമാരും എന്ത് ചെയ്യണം? ആ കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കണം. നമ്മളെന്ത് ചെയ്യും? പള്ളിയിൽ ഒരു പിരിവെടുത്തുകയാണ് വെച്ചാല് കാട്ടിക്കാണി 5000, കാട്ടിക്കാണി 10000, കാട്ടിക്കാണി 2000 എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഓരോ വേത്ത് കണ്ടിടും പിരിവിന്. അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പിരിവെടുത്തുമ്പോ ഇതാ എന്റെ വകതിയിലേക്ക് ഒരു 2000 റുപ്യ. ഒരു കാർപ്പറ്റയ്ക്ക് പിരിവെടുത്തുകയാണെങ്കിൽ ഇതാ എന്റെ വക 1000 രൂപ. ഇനി നിങ്ങൾ പറഞ്ഞാണ്, അപ്പൊ ഒരു രസമുണ്ട്. അപ്പൊ ആൾക്കാർ പെട്ടെന്ന് ഇങ്ങനെ പറയും, ഓ പള്ളിക്കര ഉസ്താദ് 1000 പറഞ്ഞല്ല പഠിച്ചോനെ, എന്നാ ഞാൻ എങ്ങനെ പറയാതിരിക്കാച്ചിട്ട് ആളുകൾ ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പറയും. അങ്ങനെ പറയണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഒരു 10 1000 പറയണം. ചോറിന് വിരിവുണ്ടാക്കുക. ആരാർ 500 തരാൻ പറ്റിയോല് എന്ന് നമ്മൾ ചോദിക്കുമ്പോ അതിന്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ഒരു 313 റുപ്യ എന്റെ വക നമ്മളെ ഈ സ്വലാത്തിന്റെ ഭക്ഷണത്തിലേക്ക്. ഇനി ഒന്ന് പറഞ്ഞാണ് ഒരു 313. അങ്ങനെ ഐക്യമത്തിലൂടെ അപ്പോഴേ നമ്മളും അതിൽ ചേരുള്ളൂ. അതല്ലാതെ നമ്മൾ വെറും ഒരു പിരിവേര് മാത്രമായി മാറരുത്. നമ്മളെന്ത് ചെയ്യണം? കൊടുക്കണം. നമ്മളതിലേക്ക് ഇറങ്ങണം. നമ്മളതൊന്നും ചെയ്യൂല. നമ്മളെന്ത് ചെയ്യണം? ഉസ്താദുമാരെന്ത് ചെയ്യണം? കുറെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോഴെന്ത് ചെയ്യുള്ളൂ? ജനങ്ങൾക്കും അതിലേക്ക് ഒരു ഉത്സാഹം ഉണ്ടാവും. മാത്രല്ല പണ്ഡിതന്മാരെ പറ്റിയിട്ട് ജനങ്ങൾക്കൊരു മതിപ്പും വരും. മറ്റേത് ഒരങ്ങനെ പിരിച്ചും എന്നിട്ട് നമ്മളങ്ങനെ കൊടുക്കുക, അങ്ങനെ വരും. അപ്പൊ അങ്ങനത്തെ ആ പിരിവും ഞാൻ പറഞ്ഞുകൊണ്ട് മൊത്തത്തിലാണ്. അതും നമ്മൾ കൈകാര്യം ചെയ്യണം. അതുപോലെ തന്നെ ഉദയ്യത്തിന്റെ കാര്യങ്ങളിലും നാം എല്ലാവരും കൂടാനുള്ള ശ്രമം നടത്തണം ഇൻഷാ അള്ളാഹ്. അതുപോലെ തന്നെ പിന്നെ ഉദയ്യത്തിന് ചില ആളുകൾക്കുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ 14 ആൾ വെച്ചിട്ട് എന്ത് ചെയ്യും? 2 പോത്തിനാണ് പോയിക്കൊണ്ടിരും. എന്നിട്ട് 14 ആളുകൾ പിന്നെ ഈ 14 ആൾക്കും പാടെ 2 എണ്ണം എന്ന് പറയും. അങ്ങനെ പറയരുത്. 14 ആൾക്കും പാടെ 2 എണ്ണം എന്ന് പറയരുത്. 7 ആൾക്കുള്ള പോത്ത് ഇന്ന പോത്ത്, ഈ 7 ആൾക്കുള്ള പോത്ത് ഇന്ന പോത്ത് എന്ന് പറഞ്ഞ് വേർതിരിച്ച് ആ 2 പോത്തുകളെയും വേർതിരിച്ചു കൊടുക്കണം. എന്നിട്ട് ഈ 7 ഒരാളാണല്ലോ പറക്കുക.
അറിവ് ഇപ്പൊ എല്ലാവർക്കും പാടെ പോയിട്ട് ഇറക്കാൻ പറ്റുമോ? 7 ആൾക്കും പാടെ പോയി കണ്ട് കൗത്തിൽ കത്തിയേക്കാൻ പറ്റുമോ? നച്ചും വെച്ചോ ഞാനും വെച്ചോ എന്ന് പറയാൻ പറ്റും? അത് പറ്റൂല. ഒരാളാണ് എല്ലാം അറുക്കുക. അപ്പൊ 7-ൽ ഒരാളെ അറുക്കാൻ ഏൽപ്പിക്കുക. 7-ൽ ഒരാളെ അറുക്കാൻ ഏൽപ്പിക്കുമ്പോൾ 7 ആളും അറുക്കാത്ത ആളാണ് നിൽക്കുക. 7 ആൾക്ക് ഇറക്കാൻ വയ്യ എങ്കിൽ പള്ളിക്കല ഉസ്താദിനെ ഇറക്കാൻ ഏൽപ്പിക്കണം നിൽക്കുക, അല്ലെങ്കിൽ പള്ളിക്കല മുക്രിനെ ഇറക്കാൻ ഏൽപ്പിക്കണം നിൽക്കുക. അപ്പൊ 7 ആള് പോയിട്ട് ഇതാ ഉസ്താദിനോട് പറയാം, ഉസ്താദെ എന്റെ ഉദയ്യത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഏൽപ്പിച്ചു, ഉസ്താദിനെ ഏൽപ്പിച്ചു എന്ന് ഉസ്താദിനോട് എന്ത് ചെയ്യണം? ഈ 7 ആളും പോയിട്ട് പറയണം. അതല്ലെങ്കിൽ 7-ൽപ്പെട്ട ഒരാളാണ് ഇറക്കണമെങ്കിൽ ഈ 6 ആളുകളും പോയിട്ട് എന്ത് ചെയ്യണം? തന്റെ ഉദയ്യത്ത് ഇറക്കാൻ വേണ്ടി തന്നെ ഏൽപ്പിച്ചു എന്നുള്ളത് അതിൽപ്പെട്ട ഒരാളോട് പറയണം. അങ്ങനെയാണ് നെയ്യത്ത് ഇറക്കേണ്ടത്. എല്ലാത്തിനും നെയ്യത്തുണ്ട്. നെയ്യത്തില്ലെങ്കിൽ ഒന്നും ശരിയാവില്ല. നെയ്യത്തില്ലെങ്കിൽ ശരിയാവില്ല. അറുത്ത് കഴിഞ്ഞിട്ട് നെയ്യത്ത് വെച്ചാലും പറ്റൂല. അപ്പൊ അതിന് മുന്നേ എന്ത് ചെയ്യണം? നെയ്യത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ എല്ലാവരും നമ്മൾക്ക് എല്ലാവർക്കും മക്കളായ സുന്നത്ത്. ഇന്ന് പിന്നെ നെയ്യത്തിറക്കാൻ കഴിവില്ലാത്തവരാരാണുള്ളത്? ഒരാളുമില്ല. ഒരു മൂലരുമില്ല, ഒരു തങ്ങളുമില്ല. എല്ലാവർക്കും കഴിയും. അന്നത്തെ ചെലവഴിച്ച് ഒരു 7000 റുപ്യ അവന്റെ കയ്യിലുണ്ടോ? ഒരു ഷെയറിൽ കൂടാൻ കഴിവുള്ളവനുണ്ടോ? അവൻ ആ ഷെയറിൽ കൂടണം എന്നാണ് അതിന്റെ മസല. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? ഓരോരുത്തരും കൂടി അവനവന്റെ നാടുകളിലൊക്കെ പങ്കിട്ട് ആ കാര്യങ്ങളിലൊക്കെ ചേർന്ന് ആ കാര്യങ്ങളിലൊക്കെ വളരെയധികം വിജയിപ്പിക്കണം. അതല്ലാതെ നാട്ടിലുള്ള ഇത്രയും കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മളങ്ങോട്ട് മാറി നിന്ന് അതൊക്കെ ഒരു വിഭാഗം ഒരങ്ങനെ നടത്തിക്കോളും, നമ്മളെ വരിക്ക് വരാൻ കരുതിയത് അങ്ങനെ ഒന്നും ചെയ്തോളും എന്ന് നമ്മൾ കരുതാൻ പാടില്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇൻഷാ അല്ലാഹ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ വൃത്തിയായ രൂപത്തിൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.